പലതവണ ആവശ്യപ്പെട്ടിട്ടും കോർപ്പറേഷനിൽ പരാതി പറഞ്ഞിട്ടും വീട്ടിലേക്ക് ചാഞ്ഞ മരം മുറിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ തിരുവനന്തപുരം മുടവൻ മുകളിൽ കൂറ്റൻ പ്ലാവ് വീടിന് മുകളിൽ പതിച്ചു. വീട് തകർന്നു. തലനാരിഴയ്ക്കാണ് വൃദ്ധദമ്പതികളും കുഞ്ഞുമടക്കം 4 പേർ രക്ഷപ്പെട്ടത്. മാർച്ചിൽ കോർപ്പറേഷൻ നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. തകർന്നു കിടക്കുന്ന ആ വീട്ടിൽ നിന്ന് TV പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം മുടവൻമുകൾ കൊങ്കളത്തൊരു ഗുരുതരമായ സംഭവം നടന്നു. തൊട്ട് അടുത്തുള്ള പറമ്പിലെ ഒരു കൂറ്റൻ പ്ലാവ് മരമാണ് ഒരു വീട്ടിൻ്റെ മുകളിലേക്ക് പതിച്ച് പൂർണ്ണമായും ആ വീട് തകർന്നിരിക്കുന്നത്. പല തവണ ഈ സ്ഥലമുടമയോട് ഇവർ ആവശ്യപ്പെട്ടതാണ് ഈ മരം മുറിച്ചു നിൽക്കാൻ, പക്ഷെ തയ്യാറായില്ല. അങ്ങനെ ഇക്കഴിഞ്ഞ മാർച്ച് മാസം കോർപ്പറേഷനിൽ പരാതിയും നൽകി. എന്നിട്ടും നടപടി സ്വീകരിച്ചില്ല. കോർപ്പറേഷൻ അധികൃതർ നോട്ടീസ് നൽകി എന്നാണ് പറയുന്നത്. പക്ഷേ എന്നിട്ടും മുറിച്ചു നീക്കാൻ തയ്യാറായില്ല. എന്തോ ഭാഗ്യത്തിനാണ് ഇതിലുള്ള ഒരു വൃദ്ധ മാതാവും പിതാവും ഒരു കുഞ്ഞുകുട്ടിയും ഒരു സ്ത്രീയും രക്ഷപ്പെട്ടത് എന്നതാണ്. കുറച്ചുകൂടി വൈകിയിരുന്നുവെങ്കിൽ ഇവരുടെ ബെഡ്റൂമിലേക്ക് ഇവർ പോകേണ്ടുന്ന സമയമാകുന്നതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു ഇത് നടന്നത്. ഒരു വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു എന്നതാണ്. ഇതുവഴിയുള്ള ആ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ വീട് പൂർണ്ണമായും തകർന്നു എന്നതാണ്. ആ കുഞ്ഞിനെയും കൂട്ടി അമ്മ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പ്ലാവ് പൂർണ്ണമായും ഇവിടേക്ക് വന്ന് വീണത്. ഇതിൻ്റെ തൊട്ടപ്പുറം അടുക്കളയാണ്. അടുക്കള പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഈ പ്ലാവ് വീണ്. ഒരുപാട് തവണ ഇവരോട് പറഞ്ഞതാണല്ലേ? പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടാണ് പിന്നെ കംപ്ലയിൻറ്റ് 3 വർഷം കൊണ്ട് അവരടുത്ത് പറയുകയാണ്. 3 വർഷം പറഞ്ഞിട്ട് അവർ ചെയ്യില്ല. അങ്ങനെയാണ് പിന്നെ കോർപ്പറേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തത്. ശബ്ദം കേട്ടോ ആ സമയത്ത്? ദേഹത്തൂടെ പൊടി വീണപ്പോൾ ഞാൻ കൊച്ചിനെ എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് ഓടി. 3 വർഷം കൊണ്ട് പറയുകയാണ്. എന്നാലും അവർ ചെയ്യാത്തതുകൊണ്ട് ഒരു 6 മാസം കൊണ്ട് വീണ്ടും ഇതിൻ്റെ പുറകെ ചേട്ടൻ ഓഫീസിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്തിട്ടും അവർ ചെയ്തില്ല. ഇപ്പം ഇത് ഷീറ്റ് വല്ലതും ചെയ്യണം, എന്നാലേ പറ്റൂ. നമുക്ക് കിടക്കാൻ വീടുണ്ടോ? വേറെ വീടില്ല. പിന്നെ സഹോദരിയുടെ വീട്ടിലാണ് ഇന്നലെ പോയി കിടന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഇത് വരുത്തിവെച്ച അപകടമെന്നല്ലാതെ ഇതിനെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക? നേരത്തെ തന്നെ പരാതി കൊടുത്തതാണ്. മുറിച്ചു മാറ്റാൻ തയ്യാറാകാത്തത് വലിയ കെടുതിയിലേക്കാണ് പോയത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരാതികൾ വന്നാൽ ഉടൻ തന്നെ അതിലൊരു ആക്ഷൻ എടുക്കണം.